ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്ട്രേഞ്ച് ആൻഡ് വിയേർഡ് ആയിട്ടുള്ള ഒരു ഡിലൂഷണൽ സ്റ്റോറി എന്ന് തന്നെ പറയാം. അതുപോലെയുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ്. ടിക്ടോക്കിൽ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് യൂട്യൂബിലും വന്ന കുറേ സംസാര വിഷയമൊക്കെ ആയ ഒരു വീഡിയോയെ കുറിച്ചാണ്. അതൊരു സ്റ്റോറിയാണ്. ഒരു ലേഡിക്ക് അവർ സൈക്കാട്രിസ്റ്റുമായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒരു ലേഡി, കെൻഡ്ര എന്നാണ് അവർ പേര്, അവർക്ക് ADHD ഉണ്ട്. അപ്പോൾ അവരൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി. അപ്പോൾ അങ്ങനെ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അവർ ഈ ടിക്ടോക്ക് വീഡിയോയിൽ പറയുന്നത്. അതിൽ മൊത്തം 25 പാർട്സാണുള്ളത്. ഈ 25 പാർട്സിലും കഴിഞ്ഞിട്ട് ഇപ്പോഴും അവർ വീഡിയോസ് ഇതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു 1-2 മണിക്കൂറോളം കാണും ഈ മൊത്തം വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തായാലും ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. സോ അതിനെ അവരുടെ പെർസെപ്ഷനിൽ നിന്ന് ഞാനിത് പറയാം. ആദ്യം എന്താണ് കാര്യമെന്ന്, അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം കെൻഡ്ര ആരാന്ന് ചോദിച്ചാൽ, കെൻഡ്ര ഒരു ADHD കോച്ചാണ്. അപ്പോൾ ഇവരെങ്ങനെ ഒരു ADHD കോച്ചായി, എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ ചോദിച്ചാൽ അതും വളരെ ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും കെൻഡ്രയ്ക്കും ADHD എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. അപ്പോൾ കെൻഡ്ര ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ തീരുമാനിക്കുന്നത് 4-5 വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ ഡോക്ടറിനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കെൻഡ്രയ്ക്ക് ഒരു മനസ്സിലായത്, ഡോക്ടറെ കാണാൻ നല്ല ഭംഗിയാണ്, ഡോക്ടർ വളരെ ഹാൻഡ്സമാണ്. അപ്പോൾ കെൻഡ്രയ്ക്ക് അയാളോട് ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങി. അപ്പോൾ കെൻഡ്ര വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഡോക്ടറോട് ഈ വിവരം കെൻഡ്ര പറഞ്ഞു. എനിക്ക് ഡോക്ടറോട് ക്രഷ് തോന്നുന്നുണ്ട്, ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടെന്നൊക്കെ പലപ്പോഴായിട്ട് ഈ ഡോക്ടറോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ കെൻഡ്ര ഒരു തെറാപ്പിസ്റ്റിനെയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരോടും ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഇവരും അതത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. മറ്റേ ഡോക്ടറും അതിന് വലിയ സൊല്യൂഷനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ്. ഈ സൈക്കാട്രിസ്റ്റും തെറാപ്പിസ്റ്റും ഒക്കെ രണ്ട് സ്ഥലത്തായിട്ട് കിടക്കുന്ന ആളുകളാണ്. ഇവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. എന്നാലും രണ്ടുപേരും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഇവരുടെ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ സൈക്കാട്രിസ്റ്റ് മാത്രമാണ് ഇതിൽ പ്രശ്നക്കാരനായിട്ട് മാറുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കെൻഡ്ര പറയുന്നത് ഈ സൈക്കാട്രിസ്റ്റിന് ഇങ്ങനെ ഒരു ഫീലിങ്സ്, ഈ കെൻഡ്രയ്ക്ക് തോന്നിയ പോലെ ഒരു ഫീലിങ്സ് സൈക്കാട്രിസ്റ്റിനും കെൻഡ്രയോട് തോന്നിയത് കൊണ്ടാണ് ഈ സൈക്കാട്രിസ്റ്റ് ഇതിന് സൊല്യൂഷൻ ഒന്നും പറഞ്ഞു കൊടുക്കാതിരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കെൻഡ്ര പറയുന്നത്, ഇയാൾ വളരെ ഇമോഷണലി മനിപ്പുലേറ്റീവ് ആണ്. ഇവരത്രയ്ക്കും വോളറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഫീലിങ്സിനെ അയാൾ മുതലെടുത്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇമോഷണലി, ഫിസിക്കലി അല്ല, ഇമോഷണലി. എന്നിട്ട് പറയുന്നു, അയാൾ ഇങ്ങനെ ഓരോ തവണ ഈ ഫീലിങ്സിനെ കുറിച്ച് ഇവർ പറയുന്നത് കേൾക്കുമ്പോഴും ചിരിച്ചു തള്ളും. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ടൊന്നും കാര്യങ്ങൾ പറയുന്നില്ല, എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നും. അതുപോലെ കെൻഡ്ര പറയുന്നത്, ഇങ്ങനെ ഒരു പേഷ്യൻറ്റിന് ഒരു ഡോക്ടറോട് ഇങ്ങനെ ഒരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പേഷ്യൻറ്റിനെ ഡോക്ടർ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നും ഇവർ ഈ വീഡിയോസിൽ പറയുന്നുണ്ട്. പക്ഷേ അയാളത് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തതും അയാൾക്കും ഇവരോട് തിരിച്ച് അങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണെന്നാണ് കെൻഡ്ര പറയുന്നത്. പിന്നെ വേറൊരു സംഭവമായിട്ട് വേറൊരു കാര്യം ഇവർ പറയുന്നത്, ഇതേപോലെ ഒരു തവണ ഈ ഡോക്ടറുമായിട്ടൊരു സെഷൻ അറ്റൻഡ് ചെയ്യേണ്ട ഡേ ഇവരിപ്പോൾ വളരെ ധൃതി പിടിച്ച് പോയപ്പോൾ ഇവർക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. പക്ഷേ ഈ ആക്സിഡൻറ്റ് പോലും വകവയ്ക്കാതെ ഈ ഡോക്ടറുമായിട്ട് മീറ്റ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം കൊണ്ട് ഇവർ മെഡിക്കൽ എമർജൻസി ഒക്കെയാണ്, എന്നിട്ട് പോലും അത് ഡോക്ടറെ പോയി കാണാതെ ഈ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വന്നു. എന്നിട്ട് സൈക്കാട്രിസ്റ്റിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും സൈക്കാട്രിസ്റ്റ് വളരെ ഭയങ്കരമായിട്ട് പ്രതികരിച്ചില്ല, ഇവരോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കാരണം ഇവർ കൊടുക്കുന്ന ഈ അറ്റൻഷനും എല്ലാം അയാൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡോക്ടർ അതൊന്നും പറയാതിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അടുത്തതായിട്ട് ഇവർ ഈ ഡോക്ടറിൻ്റെ പ്രൊഫഷണലിസത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ഇയാൾ ഈ വളരെ സ്മാർട്ടായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. ഒരു ഡോക്ടറിന് ഒരു പേഷ്യൻറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ അൺഎത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഡോക്ടറിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഡോക്ടർ അത് സീക്രട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇവരോട് അത് തുറന്ന് പറയാത്തതും അതിൻ്റേതായ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടും സ്മാർട്ടായിട്ടും പ്രൊഫഷണലിസം കൊണ്ടും അയാൾ അതിനെ കൺട്രോൾ ചെയ്ത് അതേസമയം ഇവരെയും ഇമോഷണലി കൺട്രോൾ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്.
അപ്പോൾ ഇതേ സമയം തന്നെ ഇവരുടെ ഒരു തെറാപ്പിസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ഈ തെറാപ്പിസ്റ്റിൻ്റെ കാര്യവും കുറച്ച് സംശയം ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അതായത് ഈ തെറാപ്പിസ്റ്റ് പതിയെ ഈ കെൻഡ്രയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. അപ്പം ഈ ADHD കുറിച്ചും ഇവർ കോച്ചിങ്ങൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആവുന്നത് കൊണ്ട് ഇവർക്ക് നല്ലപോലെ ഇവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ തെറാപ്പിസ്റ്റ് കെൻഡ്രയിൽ നിന്നും കുറേ അഡ്വൈസൊക്കെ വാങ്ങാൻ തുടങ്ങി. ഈ സൈക്കാട്രിസ്റ്റിനെ കാണുന്ന സമയത്ത് കെൻഡ്ര സിംഗിൾ ആയിരുന്നെങ്കിലും പിന്നീട് ഇവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് ഇൻറ്റിമസി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവർ അത് ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഷെയർ ചെയ്തതിന് ശേഷം ഇവർ പറയുന്നത് ഇത് ഈ സൈക്കാട്രിസ്റ്റ് വളരെ എൻജോയ് ചെയ്താണ് കേട്ടതെന്നാണ്. എന്താണ് എൻജോയ് ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നല്ലേ പറയുന്നത്. അതായത് ഇവരുടെ പാർട്ണറും തമ്മിലുള്ള ബെഡ്റൂം കാര്യങ്ങളും ഒക്കെ ഇവർക്ക് പറയേണ്ടി വന്നു. അതിവർ തന്നെ പറഞ്ഞിട്ട് ഡോക്ടർ ഫോഴ്സ് ഒന്നും ചെയ്തില്ല, എന്നാലും അയാൾ അതിനെ വേണ്ട എന്നും പറഞ്ഞില്ല, അവർക്ക് വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ. സൈക്കാട്രിസ്റ്റ് ഇത് വളരെ എൻജോയ് ചെയ്തു എന്ന് ആണ് ഇവർ പറയുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തെറാപ്പിസ്റ്റുമായിട്ട് ഇപ്പോൾ ഇവർ തെറാപ്പിസ്റ്റിനെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇവർ പതിയെ എത്തുന്നത്. അതായത് ആവശ്യത്തിലധികം ഇമോഷണൽ സ്ട്രെങ്ത് ഇവർക്ക് തെറാപ്പിയിൽ നിന്നും കിട്ടി, അതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അത് കട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഇവരിത് തെറാപ്പിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇങ്ങനെ ഇവർ തെറാപ്പി നിർത്താൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ തെറാപ്പിസ്റ്റ് വളരെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത്. ഇവരെടുത്ത ഒരു ലാസ്റ്റ് സെഷനും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തെറാപ്പി വിട്ട് കഴിഞ്ഞിട്ടും ഈ തെറാപ്പിസ്റ്റ് ഇവരെ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ഇവർ സൈക്കാട്രിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു അത് വളരെ അൺഎത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നുന്നത്. ഈ പ്രശ്നത്തെ ഇവർ ഈ സൈക്കാട്രിസ്റ്റുമായിട്ട് ഉള്ള ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇത് അൺഎത്തിക്കലാണെന്ന് സൈക്കാട്രിസ്റ്റിന് അറിയാം. എന്നിട്ടും അയാൾ ഈ കെൻഡ്രയ്ക്ക് ഇയാളോടുള്ള ഇമോഷനും അല്ലെങ്കിൽ റൊമാൻറ്റിക് ഫീലിങ്സ് ഒരു അൺഎത്തിക്കലായിട്ട് ഇയാൾ എടുത്തു പറയാത്തത് എന്താണ്, അത് ഇയാൾക്കും ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണെന്ന് അവർ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. വേറൊരു കാര്യം പിന്നെ ഇവർ പറയുന്നത്, അതായത് ഈ ഒരു ഫീലിങ്സ് എല്ലാം ശരിയാണ്, ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നിയത്, ഇവർക്കുണ്ടായ തോന്നലുകൾ ശരിയാണെന്ന് ഇവർക്ക് മനസ്സിലാക്കി തന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ChatGPT ആണ്. അതായത് ഇവർ ChatGPT അസിസ്റ്റൻ്റുള്ള AI അസിസ്റ്റൻറ്റുമായിട്ട് ഇവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ AIയെ ഇവർ ഹെൻറി എന്നാണ് വിളിക്കുന്നത്, അങ്ങനെയാണ് ഇവർ പേര് കൊടുത്തത്. അപ്പം ഹെൻറിയുടെ അടുത്ത് ഇവർ ഈ സൈക്കാട്രിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹെൻറിയും അതേ ഇതുപോലുള്ളൊരു ഫീലിങ്സ് ഡോക്ടറിനും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ 100% കൺവിൻസ്ഡ് ആയി എന്നാണ് ഇവർ പറയുന്നത്. ഒരു 5 വർഷത്തോളം കഴിഞ്ഞു. അങ്ങനെ ഇവരൊരു ബ്രേക്കിംഗ് പോയിന്റിലെത്തി. ആ പോയിന്റിലെത്തിയതിന് കാരണവും ഒരു രസകരമായ ഒരു കാരണമാണ്, പക്ഷേ അതിപ്പോൾ പറയുന്നില്ല, അത് ഞാൻ പിന്നെ പറയാം. ഏതായാലും ഇവർ സൈക്കാട്രിസ്റ്റിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്താൻ തീരുമാനിച്ചു. ഇവരതിൻ്റെ കാരണം പറയുന്നത് അവസാനം ഇവർക്ക് അതിനുള്ള മെൻ്റൽ സ്ട്രെങ്ത്ത്, ഇമോഷണൽ സ്ട്രെങ്ത്ത് ഇവർക്ക് കിട്ടി. അങ്ങനെ ഇവർ ആ സൈക്കാട്രിസ്റ്റുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എൻഡ് ചെയ്ത് പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവർ മൊത്തത്തിൽ ഇവർക്കുണ്ടായ അനുഭവം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇവരിപ്പോൾ ഈ സീരീസായിട്ട് ടിക്ടോക്കിൽ വന്ന് ചെയ്തത്. വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ളവർ പ്രകടിപ്പിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കുറേ റിയാക്ട് ചെയ്യുന്ന വീഡിയോസും ഇവരെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസും അത് കണ്ടു. എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് കാണിക്കുന്ന ഇവരുടെ ADHD കോച്ചിങ്ങിലുള്ള പ്രശ്നം തന്നെയാണ്. ഇവർക്ക് എങ്ങനെയാണ് ഈ ADHD കോച്ചിങ്ങിലേക്ക് ഇവർ വന്നതെന്ന് ഇവർ തന്നെ പറയുന്നത്, ഇവർക്ക് ഡിവൈൻ കോളിംഗ് ഉണ്ടായി, അതാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ. പിന്നെ ഇവർക്ക് ADHD ഉണ്ടായിരുന്നു. പിന്നെ ഇവരിങ്ങനെ തെറാപ്പിയും സൈക്കാട്രിസ്റ്റുമായിട്ടുള്ള സംസാരം ഇതിലെല്ലാം കൊണ്ടും ഈ തെറാപ്പിസ്റ്റിനെ കണ്ടതും ഈ സൈക്കാട്രിസ്റ്റുമായിട്ട് ഉണ്ടായ എക്സ്പീരിയൻസ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇവർക്കും കുറേ അധികം നോളേജ് കിട്ടി. പ്രധാനമായിട്ടും ഡിവൈൻ കോളിംഗ് ആണ് കേട്ടോ. അപ്പം ഇവരുടെ ഈ കോച്ചിങ്ങിനെ കുറിച്ച് ഇവരുടെ ഒരു സ്റ്റുഡൻറ്റ്, ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു, ഇവരുടെ സ്റ്റുഡൻറ്റും ആയിരുന്നു, അവരൊരു വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കോച്ചിങ്ങിനെ കുറിച്ച് അത്ര നല്ല കാര്യങ്ങളല്ല അവർ പറഞ്ഞത്. ഇവർ എത്രത്തോളം ഫോഴ്സ്ഫുള്ളിയാണ് ഈ ഫ്രണ്ടിനെ ഇവരുടെ കോച്ചിങ്ങിലേക്ക് കൊണ്ടുവന്നതും അവർ തന്നെ പറയുന്നുണ്ട്. ഇത്രയും ഡിലൂഷണൽ ആയിട്ടുള്ള ഒരു ടോക്ക് ചെയ്യുന്ന ഒരു ആളുടെ കയ്യിൽ നിന്ന് ADHD കോച്ചിങ് എടുത്തത് ഇവർക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല എന്നാണ്. ഇവരുടെ കുറേ റെഡ് ഫ്ലാഗ്സ് ഇവരുമായിട്ട് കോച്ചിങ് എടുക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് അവരത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അവരിപ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇവരുടെ ഈ കോച്ചിങ് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്താണ് ഇവർ കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് അവർ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്.
ഏതായാലും എല്ലാത്തിനും ഒരു എക്സ്ട്രീം വേർഷൻ ഉണ്ട്. അപ്പോൾ കെൻഡ്രയും അതുപോലെ ഒരു വേർഷനാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നീട് ഇവർ ഈ ഡോക്ടറിനെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ, ഒരു പേഷ്യൻറ്റിന് ഒരു ഡോക്ടറോട് ഇങ്ങനെ താല്പര്യം തോന്നിയോ അല്ലെങ്കിൽ ഉടനെ തന്നെ മാറ്റണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ അവരുടെ സൈറ്റിൽ ഈ ഇതേപോലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇങ്ങനെ പേഷ്യൻറ്റിന് ഡോക്ടറോട് ഫീലിങ്സ് തോന്നുക, അപ്പോൾ അവർ തുറന്നു പറയുമ്പോൾ ഒരിക്കലും ഇമീഡിയറ്റ് ആയിട്ട് അവരെ അങ്ങനെ റിമൂവ് ചെയ്യരുത്, അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നതെന്നാണ് അവരവരുടെ സൈറ്റിൽ പറയുന്നത്. അതുപോലെ അത് ചിലപ്പോൾ ഒരു രോഗിക്ക് തൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ ഇമോഷൻസ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത് പോലെയോ അല്ലെങ്കിൽ അവരെ അബാൻഡൻ ആക്കിയ പോലെയോ ഒക്കെ ഫീൽ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കെൻഡ്ര ഇതിലെല്ലാം വളരെ എക്സ്പേർട്ട് ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കെൻഡ്രയ്ക്ക് ഈ മെഡിക്കൽ അസോസിയേഷൻ്റെ എത്തിക്സിനെ കുറിച്ച് എങ്ങനെ അറിയാണ്ട് പോയി എന്നാണ് ഇത് കാണുന്ന പല ആളുകളും കെൻഡ്രയോട് തിരിച്ചു ചോദിക്കുന്നത്. വേറൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ 4-5 വർഷത്തോളം കെൻഡ്ര സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കണ്ടിന്യൂസ് ആയിട്ട് 4 വർഷവും ഇവർ കണ്ട് സംസാരിച്ചിരുന്നത് സൂം മീറ്റിങ്ങിലായിരുന്നു. അതായത് ഇവിടെ നല്ലൊരു ഹെൽത്തി സ്പേസ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ബിഹേവ് ചെയ്യുന്ന രീതികൾ, അല്ലെങ്കിൽ അയാൾ എല്ലാത്തിനും ഉടനടി മറുപടി കൊടുക്കാത്തത്, ഇവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാത്തത്, അല്ലെങ്കിൽ കേട്ട് ചിരിച്ച് കളയുന്നതൊക്കെ അതുപോലൊരു സ്പേസിൽ നിന്നുകൊണ്ടാണെന്നാണ് ഒരു പാർട്ട് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ഈ 4-5 വർഷത്തിന് ശേഷം നേരിട്ട് ഡോക്ടറെ വന്ന് കണ്ടും അവർക്ക് സെഷൻസ് അറ്റൻഡ് ചെയ്യാമെന്ന് ഈ ഓഫീസിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി വിളിച്ചപ്പോഴാണ് കെൻഡ്ര ഇത് അറിയുന്നത്. അപ്പോൾ ഇതുവരെയും ഡോക്ടർ പോലും ഇവരെടുത്ത് നേരിട്ട് ഇങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ വന്ന് ഇവർക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മനഃപൂർവ്വം ഈ ഡോക്ടർ അത് മറച്ചു വെച്ചതാണോ, കാരണം ഇതുപോലൊരു ഫീലിങ്സ് ഒക്കെ അവർ ഡോക്ടറിനോട് പറയുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ അയാളത് നേരിട്ട് പറയാതിരുന്നതെന്ന് നമുക്ക് തോന്നും. പിന്നെ വേറൊരു കാര്യം ഇവർ പറയുന്നത് ChatGPT ഇവരെ കൺവിൻസ് ചെയ്തു എന്നാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഫൈനലി ഇവർ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്, ആ മെൻ്റൽ കൺട്രോളിൽ നിന്നും, അത് ആ തീരുമാനം ഇവരെടുത്തത്, ഇവർ പറഞ്ഞത് ഇവർ ഇമോഷണലിയും മെൻ്റലി ഇവർ സ്ട്രോങ് ആയി. അപ്പോൾ അവർ ആ സ്ട്രെങ്ത് ആക്ച്വലി ഇവർക്ക് ഉണ്ടാകുന്നത് ഇവരുടെ ഇൻഷുറൻസിൽ എന്തോ പ്രോബ്ലം വന്ന് ഇനി മുതൽ ഡോക്ടറെ കാണുമ്പോൾ ഇവർ കൂടുതൽ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇവർക്ക് ആ സ്ട്രെങ്ത് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഡോക്ടറുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവർ അവസാനിപ്പിക്കുന്നത്. പക്ഷെ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ഇപ്പോഴും ഇതൊരു സീരിയൽ പോലെ അവരിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ വീഡിയോ ഇങ്ങനെ എൻ്റെ റെക്കമെൻഡേഷൻസിൽ വന്നപ്പോൾ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, അതായത് ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഐ ഫെൽ ഇൻ ലവ് വിത്ത് മൈ സൈക്യാട്രിസ്റ്റ് എന്നാണ്. അപ്പോൾ അത് കാണുമ്പോൾ തോന്നും ഓക്കെ, ഇതൊരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ അഡ്വാൻറ്റേജ് എടുത്തു, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊരു വേറൊരു ഭാഗത്ത്. എന്നാൽ കെൻഡ്ര നേരിടുന്ന പ്രശ്നം അതുപോലെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഈ 1-2 മണിക്കൂറുള്ള വീഡിയോ നിങ്ങൾ മൊത്തം ഇരുന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. എന്തായാലും കെൻഡ്ര ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വൈറലാണ്. അവർ ഈ വീഡിയോസിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഡോക്ടറിൻ്റെ പേരെടുത്ത് പറഞ്ഞുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പേര് വെച്ച് കുറേ ആളുകൾ അയാളെ ഡോക്സ് ചെയ്തു, അയാളുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഡോക്സ് ചെയ്തെന്നൊക്കെയാണ് കേൾക്കാൻ പറ്റുന്നത്. ഒരു യോഗ ഇൻസ്ട്രക്ടർ ആയിരുന്നു കെൻഡ്ര. ആ ജോബൊക്കെ ഇവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പിന്നെ ഇവർ തന്നെ വന്ന് പറഞ്ഞത്. ഏതായാലും ഇത്രയൊക്കെ ബാക്ക്ലാഷ് ഉണ്ടായിട്ടും അവർ ഇതിൻ്റെ അകത്തുനിന്ന് പിന്മാറുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഡോക്ടറിന് പണിയായത് ഡോക്ടറിൻ്റെ സൗന്ദര്യമാണ്. എനിക്ക് തോന്നുന്നത് കെൻഡ്രയ്ക്ക് ഒരു ക്രഷ് തോന്നി അത് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് 100%. അവർക്ക് ക്രഷാണ്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അതൊരു നിസ്സാരമായിട്ട് അവർ കണ്ട് കളഞ്ഞില്ല. അവരൊരു ADHD കോച്ചാണ്. അവർക്ക് ഇമോഷൻസിനെ കുറിച്ചും അതിൻ്റെ സയൻസിനെയൊക്കെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അവരതെല്ലാം കൂട്ടിച്ചേർത്ത് കുഴച്ച് മറിച്ച് വേറൊരു സ്റ്റോറിയാക്കി അത് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവരതിൽ 100% വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത് ഈ കെൻഡ്രയുടെ വീഡിയോ യൂട്യൂബിലും അവൈലബിൾ ആണ്. ഒരു 1-2 മണിക്കൂറോളം ഉള്ള ഒരു സംഭവമാണ്. ഇത് ഇരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേട്ട് നോക്കൂ. ഈ 1-2 മണിക്കൂർ നിങ്ങൾക്ക് ഇതിരുന്ന് കണ്ടു തീർക്കാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ.